Good morning, everyone. Happy Republic Day. Okay, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, അതിനു മുമ്പ് ഒരു ചെറിയൊരു ആക്ടിവിറ്റി തരികയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വെർബ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്ത് വെക്കുക കേട്ടോ. അറിയാവുന്ന കുറച്ച് വെർബും അതിന്റെ മീനിങ്ങും. ഓക്കെ, ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വെർബ് അല്ല, കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള വെർബ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ പ്ലേ, റൺ അതൊന്നുമല്ല. ജസ്റ്റ് കൂടെ നോക്ക്, പ്രിപ്പയർ, പിന്നെ കൾട്ടിവേറ്റ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് കുറച്ചും കൂടെ നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാത്ത വെർബ് യൂസ് ചെയ്യും കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കൊന്ന് അത് ആ ഒരു വെർബുമായിട്ടൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തോട്ട്, ചിന്ത, അത് എന്താ പറയാ, വെർബ് അല്ല കേട്ടോ. അത് നമ്മൾ തിങ്ക് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോഴും എന്താ ചെയ്യാ, അപ്പുറത്ത്
ഓക്കെ, അപ്പം ഏകദേശം ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. സിമ്പിൾ ആണ് കുറെ പേര് യൂസ് ചെയ്തത്. ഗിവ്, റൈറ്റ്, സ്റ്റക്ക്, സി, അതുപോലെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ബട്ട് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതല്ലേ, സിമ്പിൾ ആയിട്ടുള്ള വെർബല്ലേ. നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു വർക്ക് തരുവാണ്. ഓക്കെ, നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് നിങ്ങള് ഒരു 10 വെർബ് എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വെർബ് ഫൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് വീക്കില് എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അതിന്റെ വിത്ത് മീനിങ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. ഇത് വൊക്കാബുലറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ്. സ്ക്രീന് കാണുന്നില്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇനി, സിമ്പിൾ ഫ്യൂച്ചറിന്റെ ടെൻസ് നമ്മൾ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവാണ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് ഏതായാലും എടുക്കാം. മറ്റേ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഫസ്റ്റ് അവിടെ പ്ലസ് നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. സോ അവിടെ ഈ പ്ലസ് എന്നുള്ളത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് സെന്റൻസ് ആണ്, അതായത് അഫർമേറ്റീവ് ഫോം. ഓക്കെ, ഈ പോസിറ്റീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും. അതായത് പോസിറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു നോ ഉണ്ടാവില്ല, എന്തായാലും ഒരു ക്വസ്റ്റ്യനും ആയിരിക്കില്ല. അപ്പൊ വേറെന്താ വരിക, ഞാൻ പോവും, ഞാൻ വരും, ഞാൻ ചെയ്യും, ഞാൻ എഴുതും, ഞാൻ അവനെ വിളിക്കും, അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കും, ഞാൻ ഇന്ന് രാത്രി ഫുഡ് കഴിക്കും, ഇന്ന് രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വില്ല് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വരും, പോവും, അതുപോലെ ഞാന് അവനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ എവിടെയാണ് വില്ല് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് എന്ത് ചെയ്യാൻ പോവാണ് നമ്മള്, ഈ ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു അഫർമേറ്റീവ് ഫോമിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, അതായത് സ്ട്രക്ചർ എന്ന് പറയുന്നത്, സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സെന്റൻസിൽ ഏത് വ്യക്തിയെ കുറിച്ചിട്ടാണോ പറയുന്നത് അതാണ് സബ്ജക്ട്. ഓക്കെ, അതായത് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, എനി നെയിം എന്തോ ആവാം. അപ്പൊ ഞാൻ പോവും എന്ന് പറയുമ്പോ അവിടെ ഞാനാണ് പോകുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ സബ്ജക്ട് അല്ലെ. ഇനി അവൾ വരും എന്ന് പറയുമ്പോൾ അവിടെ അവൾ എന്നുള്ള സംഭവമാണ് സബ്ജക്ട്. ഓക്കെ, ഷീ, അവൾ എന്നുള്ളത്. ഞങ്ങൾ ഫുട്ബോൾ കളിക്കും എന്നുള്ളതിൽ ഞങ്ങൾ എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സബ്ജക്ട് എന്ന് പറയുന്നത്. അതായത് അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന പറയുന്നത്. അപ്പൊ ഏത് വ്യക്തിയെ കുറിച്ചിട്ടാണോ പറയുന്നത് അതാണ് അവിടുത്തെ സബ്ജക്ട്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് വരിക. അപ്പം ഞാൻ പറഞ്ഞല്ലോ സബ്ജക്റ്റിന്റെ കുറച്ച് അജു, ദേവി, ഹി, ഷീ, ഇറ്റ്, എനി നെയിം നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പ്ലസ് വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐ വിൽ, ഷീ വിൽ, ദേ വിൽ, വി വിൽ, ആൻഡ് ഹി വിൽ, ജോൺ വിൽ, മൈ മദർ വിൽ, അങ്ങനെ വില്ല് യൂസ് ചെയ്യാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വെർബ് യൂസ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കളിക്കും, അപ്പൊ പ്ലേ ആണ്, കളിക്കുക എന്നുള്ളതിന് പ്ലേ ആണ്. ഐ വിൽ പ്ലേ, ഞാൻ ചാടും, അപ്പൊ ചാടുക എന്നുള്ളത് ജമ്പാണ് നമുക്കറിയാം. സോ ഐ വിൽ ജമ്പ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എഴുതും, എഴുതുക എന്നുള്ളതിന് റൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ എഴുതും എന്ന് പറയണമെങ്കിൽ ഐ വിൽ റൈറ്റ്, ഐ വിൽ റൈറ്റ്. ഓക്കെ, ആൻഡ് ഞാൻ കത്തെഴുതും, ഐ വിൽ റൈറ്റ് എ ലെറ്റർ. ഓക്കെ, ഐ വിൽ റൈറ്റ് ദ ലെറ്റർ. ആൻഡ് നെക്സ്റ്റ് ഞാൻ വെള്ളം കുടിക്കും, ഐ വിൽ ഡ്രിങ്ക് ദ വാട്ടർ,
I will drink the water. So ഇപ്പൊ ഞാൻ 5 എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ വില്ല് യൂസ് ചെയ്തിട്ട് വെർബിന്റെ ബേസ് ഫോം യൂസ് ചെയ്തിട്ട് ഏത് സബ്ജക്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, എനിത്തിങ് യു ക്യാൻ യൂസ് ആൻഡ് ജസ്റ്റ് ക്രിയേറ്റ് എൻ എക്സാമ്പിൾ. ഓക്കെ, അതായത് ഷീ വിൽ കൾട്ടിവേറ്റ്, അവള് കൃഷി ചെയ്യും. ഷീ വിൽ റൺ, അവൾ ഓടും. അങ്ങനത്തെ കൈൻഡ് ഓഫ് കുറച്ച് എന്ത് ചെയ്യാം, കുറച്ച് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. സോ യു ക്യാൻ സ്റ്റാർട്ട്. Education corner, he will go to the market. Okay, he will go to the market എന്നാ വരിക കേട്ടോ. എന്താ വെച്ചാല് അവിടെ അവൻ മാർക്കറ്റിലോട്ട് പോകുന്നല്ലേ. ഓക്കെ ഓക്കെ, ഗുഡ്. They will play chess. Okay, good. I will work hardly. Very good. Okay, in the ground ആണ് ട്ടോ. On the ground നമ്മൾ യൂസ് ചെയ്യില്ല. They will play cricket in the ground. Okay, good. I will go to the church. Okay. I will eat pizza. Good. He will encounter a fake detective. Good. Very good, very good. So, I will sleep at 10 o'clock today. അങ്ങനെ വേണം ആഡ് ചെയ്യാൻ കേട്ടോ. Queen of Dark, I will sleep at 10 o'clock today. Because ഞാൻ 10 മണിക്ക് ഉറങ്ങും ഇന്ന് എന്ന് പറയണം. കാരണം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് I sleep at 10 o'clock എന്നാണ് നമ്മൾ പറയാ. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ അവിടെ വലിയ യൂസ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, സോ ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. എങ്ങനെയാണ് അതായത് സിമ്പിൾ ഫ്യൂച്ചറിൽ അഫർമേറ്റീവ് ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടിയത് കൊണ്ട് തന്നെ ഐ തിങ്ക് ഇറ്റ് ഈസ് റിയലി ഈസി. സോ ദ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വിൽ നോട്ട് നെഗറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, നെഗറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ പോവാണ്. സോ അത് ഇതുപോലെ തന്നെയാണ്, ഭയങ്കര ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വിൽ നോട്ട് ആഡ് ചെയ്താൽ മതി. വിൽ നോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വിൽ നോട്ടിന്റെ ഷോർട്ട് അതായത് what I can say contractions. Okay, formal contraction എന്ന് പറയുന്നത് want ആണ്. Okay, want. So subject plus will not in the contraction is want plus base form of the verb അല്ലേ. സോ ഇവിടെ നിങ്ങൾ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ എഴുതും, ഞാൻ അവനെ വിളിക്കും,
ഞാൻ ഫുഡ് കഴിക്കും, ഇന്ന് രാത്രി ഞാൻ നേരത്തെ ഫുഡ് കഴിക്കും, ആൻഡ് ഞാൻ ഇന്ന് പഠിക്കും. നിങ്ങളിപ്പോൾ എഴുതിയിട്ടുള്ള കുറേ എക്സാമ്പിൾ ഉണ്ടല്ലോ, അതിന് നിങ്ങൾ നേരെ നെഗറ്റീവ് ആക്കിയാൽ മതി. ഞാൻ ചെയ്യൂല. ഓക്കെ, ഐ വോണ്ട് ഡു, ഞാൻ ചെയ്യൂല. ഓക്കെ, ഐ വിൽ നോട്ട്. ഓക്കെ, ഐ വിൽ നോട്ടിന്റെ കോൺട്രാക്ഷൻ ആണ് വോണ്ട്. സോ അത് മനസ്സിലാക്കാം കേട്ടോ. ഐ വോണ്ട് ഡു, ഞാൻ ചെയ്യൂല. ഐ വോണ്ട് ഗോ, ഞാൻ പോവൂല. ഐ വോണ്ട് റൈറ്റ് എ ലെറ്റർ ഫോർ ഹെർ, ഞാൻ അവർക്ക് വേണ്ടി കത്ത് എഴുതൂല. ഐ വോണ്ട് സെൻഡ് മെയിൽ, ഞാൻ മെയിൽ അയക്കൂല. ഐ വോണ്ട് പ്രിപ്പയർ, ഞാൻ പ്രിപ്പയർ ചെയ്യൂല. ആൻഡ് ഐ വോണ്ട് ഡ്രിങ്ക് ജ്യൂസ്, ഞാൻ ആ ജ്യൂസ് ഞാൻ ആ ജ്യൂസ് കഴിക്കൂല. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ, കുറച്ച് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ ആണ്. സബ്ജക്ട് പ്ലസ് വോണ്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, സോ ജസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ എഴുതും കേട്ടോ. ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും എന്നാണ്. അപ്പം അത് പഠിക്കൂല എന്ന് പറയണ്ടേ നമുക്ക്. ഐ വോണ്ട് സ്റ്റഡി, ഞാൻ പഠിക്കൂല. ഐ വോണ്ട് സ്റ്റഡി. അവൻ വരും എന്നുള്ളത് ഹി വിൽ കം എന്നാണ് അല്ലെ. സോ അവൻ വരൂല, ഹി വോണ്ട് കം, ഹി വോണ്ട് കം. ഓക്കെ, അതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ. Very good. I want to play football yesterday എന്ന് പറയാൻ പറ്റില്ല കേട്ടോ വൈഷ്ണവ്. ബിക്കോസ് യെസ്റ്റർഡേ ഐ ഡിഡിന്റെ വരാ. ഞാൻ ഇന്നലെ ഫുട്ബോൾ കളിക്കൂല എന്നാണോ പറയാ? കളിക്കൂല എന്നല്ല, കളിച്ചില്ല എന്നല്ലേ പറയുള്ളൂ. സോ ഐ വോണ്ട് പ്ലേ ഫുട്ബോൾ ഇൻ ദി ഈവനിങ് ഓർ ടുമോറോ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഭാവിയിലാണ്, ഫ്യൂച്ചർ അല്ലേ, ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്റ്റർഡേ എന്ന് കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അജയ് കുമാർ, ഐ വോണ്ട് ബി അവൈലബിൾ ടുമോറോ ഈവനിങ് എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ആയിരിക്കില്ല എന്നാണ്. അതായത് ഞാൻ നാളെ വൈകുന്നേരം അവൈലബിൾ ആയിരിക്കില്ല എന്നാണ്. അപ്പൊ ആയിരിക്കില്ല എന്ന് പറയാനാണ് വിൽ ബിയുടെ ആണ് വോണ്ട് ബി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ വിൽ നോട്ട്, അതായത് വോണ്ട് മാത്രമേ യൂസ് ചെയ്താൽ മതി. ബി നമുക്കൊരു വെർബായിട്ട് യൂസ് ചെയ്യാം. സോ അങ്ങനെ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ വിൽ ബിയുടെ വ്യത്യാസമുണ്ട്. I want to meet her. Okay, very good. I won't go to school. Okay, good. അപ്പം I want to work hard. Good. I will not be able to do that work എന്ന് പറയുമ്പോൾ അത് will beയുടെ ഒരു ഫോം ആട്ടോ. I won't go to school tomorrow. It's nice. I won't go to the family function. Okay. I won't play game at night. Very good. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്
നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഇതിന്റെ യൂസേജസ് എന്തൊക്കെയാണെന്നുള്ളത്. യൂസേജസ് ആൻഡ് എക്സാമ്പിളും ഉണ്ടായിരിക്കും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രഡിക്ഷൻ എന്നുള്ളത്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യും? അതായത് നമ്മൾ ഒരു സങ്കല്പിക്കും, അതായത് ആ ഒരു സംഭവം നടക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? പ്രഡിക്റ്റ് ചെയ്യും. അതായത് മുൻവിധി എന്നൊക്കെ പറയും നമ്മൾ. ഓക്കെ, മുന്നേ തന്നെ നമ്മളൊരു ഇതുണ്ടാവും, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും, അത് അങ്ങനെയായിരിക്കും, ആ കേസ് ജയിക്കും, അതുപോലെ തന്നെ മാച്ച് ജയിക്കും എന്നുള്ളത്, ഞാൻ ജയിക്കും എന്നുള്ള ഒരു മുൻവിധി ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും the team will win the match tomorrow. The team will win the match tomorrow. നാളത്തെ മാച്ചിൽ ടീം ജയിക്കും. ഓക്കെ, ടീം ജയിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ പ്രൊഡിക്ഷൻ. സോ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡിക്ഷന് ഒരു എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. ഇവിടെ നിങ്ങൾക്ക് പ്രൊഡിക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. So the example as given, the team will win the match tomorrow. So like that you can make another example. Okay, നിങ്ങൾ ഗസ് ചെയ്തിട്ട് പറയുമല്ലോ, പ്രെഡിക്റ്റ് ചെയ്യുമല്ലോ നിങ്ങള്. അതായത് നാളെ നടക്കാൻ പോകുന്ന എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് പറയുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് അടുത്ത് നടക്കാൻ പോകുന്ന, അതായത് നമ്മൾക്കറിയില്ല, സോ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ വേണ്ടി പോവാണ്. Okay, he will win an Olympic medal. I will win the exam. Okay, Argentina will win the World Cup final. Okay, Argentina will reach in World Cup final. എന്ന് നമുക്ക് പറയാം അല്ലേ? I will win the exam. Very good. The movie will be blockbuster tomorrow. Ajay Kumar B use ചെയ്യണം. Kerala Blasters will win next match. I will speak to Narendra Modi tomorrow. Okay. The best choose will win day after tomorrow. Okay. School will be leave tomorrow എന്നുള്ളത് നമ്മൾ അങ്ങനെ ബി യൂസ് ചെയ്തിട്ട് പറയില്ല കേട്ടോ. അത് സ്കൂൾ ലീവ് ആയിരിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയാ. പക്ഷെ അവിടെ വിൽ ബി അല്ലേ, വില്ല് യൂസ് ചെയ്തിട്ട് പറയും നിങ്ങള് പ്രഡിക്ഷൻ. The chef will prepare a new delicious food tomorrow. It's good. Okay. So, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് നെക്സ്റ്റ് പ്ലാൻസ് ആൻഡ് ഇന്റൻഷൻ എന്ന് വെച്ചാൽ എന്താ? പ്ലാൻസ് ആൻഡ് ഇന്റൻഷൻ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, പ്ലാൻസ് ആൻഡ് ഇന്റൻഷൻ.
ഓക്കെ, നിങ്ങൾ ഒരുപാട് പേര് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വി ആർ പ്ലാൻസ് ആൻഡ് ഇന്റൻഷൻ. പ്ലാൻസ് ആൻഡ് ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി വി നോ ദാറ്റ് പ്ലാൻസ് നമ്മൾ ചെയ്യുന്ന പദ്ധതികളെയും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങളും അല്ലെ, നമുക്കൊരു ഉദ്ദേശമുണ്ട് ഞാനത് ചെയ്യണം എന്നുള്ള പ്ലാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വിൽ യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഐ വിൽ വിസിറ്റ് മൈ ഗ്രാൻഡ് പാരന്റ്സ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ വിസിറ്റ് ചെയ്യും, കാണാൻ പോകും എന്നുള്ള ഒരു അർത്ഥമാണ്. ഓക്കെ, ഞാൻ അടുത്ത ആഴ്ച എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കാണാൻ പോകും. ഇറ്റ്സ് ഒരു ഇന്റൻഷൻ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ നമുക്ക് വില്ല് യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, സോ ഈ ഒരു സംഭവത്തിന് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. സെയിം എക്സാമ്പിൾ മീൻസ് another example you can use plans and intentions. Okay, okay, I will meet my long distance friend this month. Okay, nice. I will go for a trip next month. Okay, good. One day I will meet Mammootty. Okay, I will വേണട്ടോ. Shihinas. I will visit Dubai in the coming summer vacation. I will go to watch a football match next weekend. I will buy a new dress tomorrow. To plan and intentions. Really nice. I will watch the movie next time. I will visit my best friend. Good. I will visit Portugal next month. Okay, so plans and intention are പറയുന്നത് കേട്ടോ. Okay, I will visit Dubai in the coming summer vacation. I will start my workout tomorrow. Yeah, it's our plans. അല്ലേ, നമ്മൾ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും നാളെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. So we can say that I will start my workout tomorrow. Good. And she will visit the Taj Mahal next month. Good. I will visit my friend tomorrow. What is example? I will visit Spain next month. Good. It's a plan and the intention is right. Yeah. So നമ്മൾ അടുത്ത യൂസേജിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അടുത്ത യൂസേജ് എന്ന് പറയുന്നത് പ്രോമിസസ് ആൻഡ് ഓഫേഴ്സ്. പ്രോമിസസ് ആൻഡ് ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരാൾക്ക് നമ്മൾ സത്യം ചെയ്യല്ലോ, ഒരു സത്യം ചെയ്യുന്നതും അതുപോലെ ഓഫർ ചെയ്യാന്ന് പറയും. നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കോഫി ഓഫർ ചെയ്യും നമ്മള്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുക, അതൊക്കെ ഓഫറിൽ പെടും. അല്ലെങ്കിൽ ഇത് ഞാൻ തരും നിനക്ക് എന്ന് പറയല്ലോ, നിനക്ക് ഞാന് നാളെ വരുമ്പോ ഞാന് കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവരും എന്നൊക്കെ പറയും. ഇതൊക്കെ ഓഫേഴ്സ് എന്നുള്ള ഒരു ഇതിൽ പെടും, പ്രോമിസസ് ആൻഡ് ഓഫേഴ്സ്. Okay, so here you have one example. I promise I will return your book tomorrow. Okay, I promise, ഞാൻ സത്യം ചെയ്യുന്നു, I will return your book tomorrow. ഞാൻ നിന്റെ ബുക്ക് തിരിച്ചു തരും എന്ന്. ഓക്കെ, ഇതുപോലെ ഐ പ്രോമിസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഒരു ഓഫർ ചെയ്യും. ഇതിപ്പോ ഓഫർ അല്ല, ഇത് ജസ്റ്റ് ഒരു പ്രോമിസ് ആണ്. ഐ പ്രോമിസ് ഐ വിൽ റിട്ടേൺ യുവർ ബുക്ക് ടുമോറോ എന്നാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, I promise I will bring chocolate tomorrow. Okay, I will bring chocolate tomorrow. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ഒന്ന് എഴുതാം കേട്ടോ.
അങ്ങനെയല്ല. ഐ പ്രോമിസ് ഐ വിസിറ്റ് ഫിൻലാൻഡ് എന്നല്ല പറയണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല ഐ വിസിറ്റ് എന്ന്. ഓക്കെ, okay, good, very good. I promise my friend my future job is no, not like this. Adi Vaishnav, it's not correct. Yeah, plans and ഇപ്പൊ നമ്മള് പ്ലാൻസ് ആൻഡ് ഇന്റൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയാ തീരുമാനങ്ങളൊക്കെയാണ് ഇന്റൻഷൻ, നമ്മുടെ ഉദ്ദേശങ്ങൾക്കാണ് നമ്മൾ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, I promise I will call you later. Okay, good. That's good, Muhammad Irfan. I promise I will. No, what is this? I promise. I promise I will go to Bangalore next week. Okay, ഇത് പറയാം. പക്ഷെ നമ്മൾ ഒരു പേഴ്സൺ നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യുകയാണെങ്കിൽ ഒരു പേഴ്സണോട് നമ്മൾ പ്രോമിസ് ചെയ്യുകയാണ്. സോ ലൈക്ക് ദാറ്റ് യു ക്യാൻ യൂസ്. ഓക്കെ, I will promise I will give you rupees 10,000. Okay, good. Chaco Varghese, I promise rupees 500 to my wife. അങ്ങനെയല്ല, I promise I will give 500 rupees. നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം I promise I will give 500 rupees. Okay. Okay, I promise I will return your pen. Good. Very good. I promise I will come to the function tomorrow. Okay. I promise I will give you the RC car when I back from Dubai. Good. Okay. I promise I will spend time with you. Shifa Ranshid. Good. Very good. I promise I will write English example. Okay. So, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലൊക്കെ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. സോ ഐ എം അപ്രീഷിയേറ്റിംഗ് യു എവ്രി വൺ. നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് റിയലി I'm really appreciating. And the next example means next usage is spontaneous decisions. Spontaneous decision എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? I will order pizza for dinner tonight. ഞാൻ ഇന്ന് രാത്രി ഡിന്നറിന് പിസ്സ ഓർഡർ ചെയ്യും. ഓക്കെ, അതൊരു സ്പോണ്ടേനിയസ് ഡിസിഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സ്പോണ്ടേനിയസ് ഡിസിഷൻ എടുക്കാം അല്ലെ? ഒന്ന് എടുത്തേ നിങ്ങളൊന്ന്. ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ, ആഫ്റ്റർ ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ ഇന്ന് രാത്രി ആയിക്കോട്ടെ, നിങ്ങൾ ഇന്ന് വൈകുന്നേരം ആയിക്കോട്ടെ, whenever, ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ഡിസിഷൻ, കാര്യത്തിന്റെ ഒരു ഡിസിഷൻ നിങ്ങൾ ഇപ്പൊ എടുക്കുകയാണ്. സോ ജസ്റ്റ് റൈറ്റ് സം എക്സാമ്പിൾ. സ്പോണ്ടേനിയസ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ. സം എക്സാമ്പിൾ.
Very good. After my class, I will clean my room. It's really nice. I will go to the market tonight. Very good. I will go to Mumbai tonight. Good. I will watch anime all episode tonight. Good. I will go to the hospital. Okay. I'll go to the shopping mall today. I will order my favorite food for evening. Good. I will come to your home. I will return from Dubai in the evening. It's good. I will order the phone. Okay. Okay, it's really nice. Okay, I will prepare lunch today. നമ്മൾ ഫുഡിന്റെ മുമ്പ് നമ്മൾ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ I will prepare lunch today എന്ന് പറഞ്ഞാൽ മതി. I will go to eat my breakfast after the class. Okay, ഇവിടെ നമ്മൾ I will go to eat my breakfast എന്നുള്ളത് I will go to have എന്ന് പറയാം കേട്ടോ. To have breakfast. eat യൂസ് ചെയ്യാം, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ have യൂസ് ചെയ്യാം. Lunch, breakfast and dinner. If you are not specify the food, you means food specify ചെയ്യുന്നില്ലെങ്കിൽ you have to use have. Means I will go to have my breakfast. Okay. And yeah, you have written a lot of example here. I promise I will write English exam. Okay, I'll order burger for dinner tonight. Good. I will order fish food. Fish food. What is that? Fish food. I didn't get that. Seafood ആണോ ഉദ്ദേശിക്കുന്നത്? I will complete my assignment tonight. It's really nice. I will cook a sweet to evening. No, to നമ്മൾ ചേർക്കണ്ട കേട്ടോ. I will go to chess class today. Good. Okay, so you have done as well. And the next is scheduled events. Scheduled events. അതായത് ആൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾഡ് ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ ഷെഡ്യൂൾ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചില ഡൗട്ട് ഉണ്ടായിരിക്കും, വാട്സ് എ പ്രൊനൗൺസിയേഷൻ ഓഫ് എ ഷെഡ്യൂൾ ആണോ സ്കെഡ്യൂൾ ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലെ. സോ അത് ഫസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം. ഷെഡ്യൂൾ ആണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഷെഡ്യൂൾ ഇതിപ്പം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ ഷെഡ്യൂൾ എന്നും അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മൾ സ്കെഡ്യൂൾ എന്നും പറയും. പക്ഷെ ഡ്യൂഡ് യൂസ് ചെയ്യില്ല. ഡു അവിടെ ആ ഒരു ഡിയുടെ സൗണ്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ഡിയുടെ സ്ഥാനത്ത് നമ്മളൊരു ജെയുടെ സൗണ്ടാണ് കൊടുക്കുക. ഓക്കെ. ഷെഡ്യൂൾ അല്ലെങ്കിൽ സ്കെഡ്യൂൾ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഷെഡ്യൂൾഡ് ഇവന്റ് എന്നാ പറയാ. അപ്പൊ അതായത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇവന്റ്, ഒരു പരിപാടി. അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് മൂവി വിൽ സ്റ്റാർട്ട് അറ്റ് 8 PM. ഓക്കെ. മൂവി 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അത് നമ്മൾ പോയാലും ഇല്ലെങ്കിലും ആ പരിപാടിയുടെ നടക്കും. ഓക്കെ. ദാറ്റ് ഈസ് ഷെഡ്യൂൾഡ് ഇവന്റ്സ്. സോ യു ക്യാൻ റൈറ്റ് സം എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ, the class will start at 10 o'clock. ഓക്കെ. അങ്ങനെ കൊടുക്കാം. or the class will wind up at 10 o'clock കൊടുക്കും. അപ്പൊ നമ്മളുടെ ക്ലാസ് നമ്മൾ 10 o'clock വൈൻഡ് അപ്പ് ചെയ്യുമല്ലോ. സോ ആ ഒരു എക്സാമ്പിൾ കൊടുക്കും. the class will wind up at 10 o'clock and the class will start at 9 o'clock. ക്ലാസ് 9 മണിക്ക് തുടങ്ങും. ഓക്കെ. എന്ന് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടിയെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിലൂടെ കാണിക്കാം.
The match will start at 2 p.m. Okay, good. My friend's engagement will start at 6 p.m. The English class will start at morning 9 a.m. Okay. At ചേർക്കണം കേട്ടോ, ടൈമിന് മുമ്പ് നമ്മൾ അറ്റ് ചേർക്കണേ. Match okay, I will go to family. The class will start. ക്ലാസ് മാത്രമേ ഉള്ളൂ. My birthday function will start at night. I will go to the market morning. Okay, and schedule ചെയ്തിട്ടുള്ള event ആണ് നമ്മളിപ്പോ പറയുന്നത് കേട്ടാ. So that you can use. The television will start at 7 o'clock. Queen of Dark. Television അല്ല, television program നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. The television program or any program will start. Okay. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടായിരിക്കല്ലോ ടെലിവിഷനിൽ. സോ അത് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള രീതിക്ക് പറയാം. Okay. Yeah, it's really nice. The function will start at 10 a.m. Republic Day program will start at 9. At ചേർക്കാൻ മറക്കരുത് because ടൈമിന്റെ മുമ്പ് നിങ്ങൾ at ചേർക്കണം കേട്ടോ. അതുപോലെ നമ്മൾ നൈറ്റ് പറയുമ്പോഴും നമ്മൾ at night എന്നാ പറയാ. ഓക്കെ, ടുനൈറ്റ് ഇന്ന് രാത്രിക്ക് നമ്മൾ ടുനൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അറ്റ് നൈറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, മറക്കണ്ട. സോ ഒരുപാട് പേര് നന്നായിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. ഓക്കെ, and okay, scheduled event we have discussed and you have written more example. I'm appreciating you because you have done as well. And the next example is certainty or probability. ഓക്കെ, കുറച്ച് ഒരു ഉറപ്പുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കൂടുതൽ സാധ്യതയുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വില്ല് യൂസ് ചെയ്തിട്ട് പറയും. ഷീ വിൽ പ്രോബബ്ലി കോൾ യു ലേറ്റർ. അവള് ചിലപ്പോ നിന്നെ വിളിക്കും എന്നുള്ള രീതിക്ക്. ഓക്കെ, ഷീ വിൽ പ്രോബബ്ലി കോൾ യു ലേറ്റർ. ഓക്കെ, അവൾ നിന്നെ ചിലപ്പോ വിളിക്കും. അപ്പൊ ഈ പ്രോബബ്ലി യൂസ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത നിങ്ങള്. Okay. Lava boy, it was really nice. He will probably spy on you after your suspicious activity. It's really nice example. Okay, this kind of example we have to make this, you know, നമ്മൾ കുറച്ചുകൂടെ advanced level നമ്മൾ think ചെയ്യുമ്പോൾ we'll get this kind of thing. And if we use a short sentences, it ഒരു beginner ആയിരിക്കുമ്പോൾ we can use. And lava boy, it's really nice. He will probably invite for a marriage ceremony. Yeah, it's really nice.
I will probably come your home. It's really good. She will probably come to America next week. It's good. Actually, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന മീൻസ് എഴുതുന്ന എക്സാമ്പിൾസ് ഒക്കെ ഭയങ്കര രസമുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. She will probably meet tomorrow evening. It's good. So you have written some example. Okay, very good. And next we are moving on to the example of questions. Question എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ്. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത്? Will plus subject plus base form of the verb. Will plus subject plus base form of the verb ആണ്. So here നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് വില്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്തിനാ ഈ വില്ല് യൂസ് ചെയ്തത്? ബിക്കോസ് ദിസ് ഇസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഉള്ള സമയത്തൊക്കെ നമ്മൾ ഓക്സിലറി വെർബ് ഒക്കെ എന്തായിരിക്കും? പുറത്തായിരിക്കും, ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കാം നിങ്ങൾ. ഇഫ് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, ഓക്സിലറി വില്ല് ഷുഡ് വിൽ ഷുഡ് ഹി ഹാസ് ഹി ഹാവ് will have പിന്നെ എന്താ പറയാ did, this kind of thing will be first. ബിഗിനിങ്ങിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുക. സോ for example, will you come to the party tonight? It's a question. Will you come to the party tonight? നീ ഇന്ന് രാത്രി പാർട്ടിക്ക് വരുമോ എന്നാ ചോദിച്ചിട്ടുള്ള. സോ ഇറ്റ്സ് മീൻസ് ക്വസ്റ്റ്യൻ ആണിത് അല്ലെ? അതുപോലെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ പറ്റും. വിൽ യു ഡു ഹോംവർക്ക് ടുഡേ? നീ ഇന്ന് ഹോംവർക്ക് ചെയ്യോ? അല്ലെങ്കിൽ നാളെ ആണോ? or tomorrow എന്ന് ചോദിക്കാം. Okay, will you do homework today? Okay, and will you eat biryani tonight? നീ ഇന്ന് ബിരിയാണി തിന്നോ? ഇന്ന് രാത്രി ബിരിയാണി തിന്നോ? Will you meet her? നീ അവളെ കാണോ? Okay, അപ്പൊ this is a question. So അവിടെ will first use ചെയ്തു. So it's your turn. You can make some example. Use this. Okay. Will she come to the annual day program? It's really good. Will she come? Okay, question mark ഇടാനും മറക്കരുത് കേട്ടോ. Will she come to the... Okay, Arun, very good. Will she play? Good. Will she go meet tonight? Will she go to meet another? To meet. Will you apologize to your parents for what you said to them? Okay, it's really good, Lava Boy. Will you apologize to your parents for what you said to them? It's really good. What's your real name, Lava Boy? Will she come today? Will you finish your breakfast? Will he attend the party tonight? Will I go to the marriage tomorrow? Okay, good. Will you come to my birthday party tonight? Very good. Will you drink cold water morning? Oh, will you drink cold water in the morning? അത് ആ ഒരു നീ കുടിക്കോ എന്നുള്ളത്, കുടിക്കുമോ എന്നുള്ളത് നമ്മള് അതൊരു എന്താ പറയാ പ്രസന്റ് സിമ്പിൾ പ്രസന്റിൽ പോകുന്ന വാക്കാട്ടോ.
come marriage party? See tomorrow but the night. See tomorrow but the night. What is this Shazza's craft? I didn't get that. Will you eat food? Sheenaz. No. Will you come to the match tonight or will you come to my office? To my office. So, ഏകദേശം ഇപ്പം എല്ലാവരും വില്ല് യൂസ് ചെയ്തിട്ട് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു ഹോംവർക്ക് തരാണ്. ഒരു 5 ക്വസ്റ്റ്യൻസ് WH ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു മേക്ക്. ഫോർ എക്സാമ്പിൾ, അവൻ എപ്പോ വരും? When will he come? When will he come? And അവൻ എവിടെ പോകും? Where will he go? Where will he go? Okay, this kind of WH question വരുന്ന ഒരു 5 questions മേക്ക് ചെയ്യാം. ഇന്ന് തന്നെ മേക്ക് ചെയ്യാം. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ പാടന്നെ നിങ്ങൾ മേക്ക് ചെയ്യാം. It will be good and you never forget that thing. Okay. And വേറൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നത് what was that? അതായത് കുറച്ച് വേർബ്, കുറച്ചൊരു 10 or 5 to 10 you can use any verb. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർബ് യൂസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ മീനിങ്ങും നിങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു വീക്കിൽ ചെയ്യേണ്ടതാണ് കേട്ടോ. ഫസ്റ്റ് വെർബ്, 5 വെർബ്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 5 or 10 വെർബ് യു ക്യാൻ യൂസ് ആൻഡ് യു യൂസ് ബൈ ഹാർട്ട് ദാറ്റ് ആസ് വെൽ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് വെർബ് കമന്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് യു ഹാവ് ടു ഡു ദാറ്റ് ആസ് വെൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ഹോംവർക്ക് ഈസ് WH ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് will എക്സാമ്പിൾ WH മീൻസ് ആ ഒരു എക്സാം WH ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമല്ലോ, അത് ഉണ്ടാകും. ഒരു 5 എക്സാമ്പിൾ ഇറ്റ്സ് ഇനഫ്. ഓക്കെ. ഓക്കെ. ആൻഡ് വേറൊരു ഹോംവർക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ 2 ഞാൻ തന്നു. ഓക്കെ. ആൻഡ് മൂന്നാമത്തത് ടങ് ട്വിസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യാം. ടങ് ട്വിസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യാം. എവറി ഡേ ഒരു ലെറ്റർ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ സർ, ഈ 2 സർ എന്നുള്ള ലെറ്ററും എന്നുള്ള ബ്ലെൻഡും എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ടങ് ട്വിസ്റ്റേഴ്സ്. അപ്പൊ അതിലൊരു ടങ് ട്വിസ്റ്റർ എടുത്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഇപ്പം ഷീ സെൽസ് ഓൺ ദ സീ ഷോർ എന്ന് പറയുന്ന ടങ് ട്വിസ്റ്റർ ഉണ്ടായിരിക്കും, അതെടുക്കുക, പ്രാക്ടീസ് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങളിപ്പം അല്ലെങ്കിൽ THൻ്റെതാണ് എടുക്കുന്നത്, TH എന്ന് പറയുന്ന ബ്ലെൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ 33 teeth throughout Thursday എന്ന് പറയുന്ന ഒരു ടങ് ട്വിസ്റ്റർ ഉണ്ട്, അതെടുക്കാം. പിന്നെ ഹൗ മച്ച് വുഡ് ചക്ക, ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഹൗ മച്ച് വുഡ് ചക്ക വുഡ് ഐ തിങ്ക് സോ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഐ സ്ക്രീം, യു സ്ക്രീം, യു ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം, ഏത് ടങ് ട്വിസ്റ്റർ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് യു ഹാവ് ടു പ്രാക്ടീസ് as well. മീൻസ് ഫസ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെന്റൻസ് ആയിരിക്കും, ബട്ട് ഗ്രാജുവലി ഭയങ്കര ഈസി ആയിട്ട് മാറുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. It will helpful for your fluency. Even so, when you communicate with you, when you speak in English, that time, we'll be stuck somewhere. So, that kind of things we can avoid if we use tongue twisters. Okay. So, maximum nannayittu endeya tongue twisters use ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ആൻഡ് ഇപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ലിസണിംഗ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബില് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് പോഡ്കാസ്റ്റ്. സോ ലിസൺ ആസ് വെൽ. നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് പോഡ്കാസ്റ്റ് ഓൺ ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. എവറി ടൈം ഇഫ് യു ലിസൺ സംതിങ് ഇൻ ഇംഗ്ലീഷ്, it will be helpful for you to enhance to improve your listening skill. പിന്നെ സ്പീക്കിംഗ് ആണ്. നമ്മളിപ്പോ ഈ എഴുതി ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പീക്കിങ്ങിനാണ്. കുറെ നമ്മൾ പഠിച്ചത് കൊണ്ട് കാര്യമില്ല, കുറെ നമ്മൾ എഴുതിയത് കൊണ്ട് കാര്യമില്ല. ബട്ട് we need a companion to speak English, right? So find a companion. Best companion you can use. ഫ്രണ്ട്സിനോട് ചോദിക്കാം, നമുക്ക് ഇനി മുതൽ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയാലോ എന്ന് ചോദിക്കാം. അത് കൺസിസ്റ്റൻസി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് ഐ ടോൾഡ് യു. ബിക്കോസ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും we can be a perfect person if we have consistency and perfect practice. Okay, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കൺസിസ്റ്റൻസി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 2 ദിവസം സംസാരിച്ചു, എനിക്കൊക്കെ വന്നിട്ടുള്ള പ്രോബ്ലം ഇതായിരുന്നു. ആദ്യം
ഞാൻ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയാ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവം ഉണ്ടല്ലോ, മീൻസ് ഉള്ളിൽ നിന്ന് നമ്മൾ എടുത്ത് പറയേണ്ട കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഇത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്കൊരു മസിൽ പിടിച്ച സംസാരമായിരിക്കും ഉണ്ടാവുക. ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു കാഷ്വൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ആദ്യമൊക്കെ. അങ്ങനെ ഞാൻ പറയും കുറച്ച് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് പിന്നെ പറയും കുറച്ച് മലയാളം സംസാരിക്കാം. ഗോസിപ്പൊക്കെ പറയണമെങ്കിൽ നമുക്ക് ആ ഒരു മലയാളത്തിൽ പറഞ്ഞാലാണല്ലോ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. കുറച്ച് ഇനി മലയാളം സംസാരിക്കാന്ന് പറയും. എന്നിട്ടാണ് നമ്മൾ ആ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്തു ഒക്കെ ചെയ്തതിനു ശേഷം എന്താ പറയാ കൺസിസ്റ്റൻസി എന്നുള്ള സംഭവം എപ്പോഴും ഇപ്പം ഈവനിങ് മോർണിംഗ് ടു ഈവനിങ് വരെ നമ്മളിപ്പം ഇംഗ്ലീഷ് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു തിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്പീക്കിംഗ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും, അതൊന്നും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഫൈൻഡ് എ കമ്പാനിയൻ. ഇഫ് യു ഡോണ്ട് ഹാവ് എനി കമ്പാനിയൻ ടു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ സ്വയം തന്നെ സംസാരിക്കുക. ഇഫ് യു ഡു സംതിങ് മീൻസ് ഇഫ് യു ഡു എനി വർക്ക്, ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ വേറൊരാളോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഒക്കെ ആൾക്കാർ കാണുമ്പോൾ ഇവർക്ക് എന്താ വട്ടാണെന്നൊക്കെ ചോദിക്കും, പക്ഷേ ഇറ്റ്സ് ഫോർ യു. സോ ട്രൈ ഫോർ ദാറ്റ്. സോ പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ആ ഒരു ലെങ്തി വേർഡ് ഉണ്ടല്ലോ, ആ ലെങ്തി വേർഡിന്റെ വീഡിയോക്ക് കുറച്ച് പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. സോ ട്രൈ ഫോർ ദാറ്റ് ആൻഡ് സെൻഡ് ടു യുവർ ബെസ്റ്റ് വീഡിയോ ടു മീ ആൻഡ് ഡെഫിനറ്റ്ലി വിൽ അപ്ലോഡ് ഓൺ അവർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇഫ് യു ഡു ആസ് വെൽ മീൻസ് ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ, നമ്മൾ 4 വീഡിയോ സെലക്ട് ചെയ്തിട്ട് വിൽ അനൗൺസ് വിന്നേഴ്സ്. ആൻഡ് യു ഹാവ് ഐ തിങ്ക് ഒരു 7 days കൂടെ ഉണ്ട്. ഈ മാസം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ അയക്കാം കേട്ടോ. So I'm going, dears, it's time at 10 o'clock. Yeah, I'm going.